പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ പുല്ലിച്ചിറ പള്ളിയിൽ എത്തി നിൽക്കുകയാണ്. അവിടെ ഉള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ അല്പം തലതിരിഞ്ഞും ഒക്കെ പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ക്ഷമിക്കണം. ലൈറ്റുകളും മറ്റും എടുക്കാനാണ് നോക്കിയത്. കൊച്ചു മകനുള്ളത് കൊണ്ട് എനിക്ക് കൂടുതൽ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് മുൻപിലേക്ക് ഈ കാഴ്ചകളൊക്കെ തലതിരിഞ്ഞ് കാണിക്കാനാണ് എൻ്റെ തീരുമാനം. അപ്പോൾ ഞങ്ങൾ പൂജ നടക്കുന്ന, അതായത് മാസ് നടക്കുന്ന സമയത്ത് വെളിയിൽ പുറത്തിറങ്ങിയിട്ട് കാണിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മൊബൈൽ തലതിരിച്ച് പിടിച്ച് നിങ്ങളൊന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ കാഴ്ചകളൊക്കെ അതിമനോഹരമായ ലൈറ്റുകളും മറ്റും കാണണമെങ്കിൽ രാത്രിയാണ് നല്ലത്. അതിന് വേണ്ടി പോയതാണ്, പക്ഷേ നടന്നില്ല. കാരണം കൊച്ചു മകനുള്ളത് കൊണ്ട് അവൻ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ലൈറ്റുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇത് ആണ് നേർച്ച പന്തൽ, പ്രാർത്ഥനാ സൗധം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ആ മാതാവിന് നേർച്ച ഇടുന്നത്. ഇത് കടകളും മറ്റ് ദൃശ്യങ്ങളുമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പദൂരത്തേക്ക് ഞങ്ങൾ നടക്കുമ്പോൾ താഴേക്ക് കായലാണ്, പക്ഷേ ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയില്ല. കാണുന്നുണ്ടല്ലോ നിങ്ങൾ കാഴ്ചകൾ. അപ്പോൾ ആ പ്രാർത്ഥനാ സൗധം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് മാതാവിനെ പള്ളിയിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലം. അതാണ്. പിന്നീട് നേർച്ചയാണ്. നേർച്ച എല്ലാ തവണയും അവിടെ നേർച്ചയുണ്ട്. അവിടെ ഒരു മാതാവ് ഇരിപ്പുണ്ട്. കണ്ടോ, ലൈറ്റ് കണ്ടോ? മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ലൈറ്റുകൾ അതിമനോഹരമായിട്ട് തോന്നുന്നു. ഇന്നലത്തെ ദിവസം, അതായത് 15-ാം തീയതി നല്ല തിരക്ക് വൈകുന്നേരം അനുഭവപ്പെട്ടു. സാധാരണ ആ നേരത്ത് പോകാറില്ലായിരുന്നു. ലൈറ്റുകൾ കാണാൻ വേണ്ടി പോയതാണ്. കുട്ടികളുടെ കലാപരിപാടികൾ ഉള്ള ദിവസം ആയിരുന്നു ഇന്നലെ. ഒരൊറ്റ പരിപാടി പോലും കാണാൻ പറ്റാതെ തിരിച്ചു വന്ന് ലൈവാണ് കണ്ടത്. കൂടുതൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കടകളൊക്കെ കാണാം. പണ്ടത്തെ പോലെ ഒത്തിരി കടകളൊന്നുമില്ല, എങ്കിലും ഇതൊക്കെ തന്നെ മതിയല്ലോ. അപ്പോൾ പുതിയ വീഡിയോ